السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 124. عن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الأشعريين إذا أرملوا في الغزو أو قل طعام عيالهم بالمدينة جمعوا ما كان عندهم في ثوب واحد ثم قسموه بينهم في إناء واحد بالسوية فهم مني وأنا منهم. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ അശ്അരിയീന, നിശ്ചയം അശ്അരിയുകൾ, അശ്അരി കുടുംബക്കാർ, ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആ കുടുംബങ്ങൾ, ഇദാ അർമലു ഫിൽ ഗസ്വി, യുദ്ധവേളകളിൽ അവരുടെ ഭക്ഷണം കഴിഞ്ഞാൽ, അവർ കൊണ്ടുപോയ വിഭവങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിയാനടുത്തായാൽ, ഔ ഖല്ല തുആമു അയാലിഹിം ബിൽ മദീന, അല്ലെങ്കിൽ മദീനയിൽ അവരുടെ കുടുംബങ്ങളുടെ ഭക്ഷണം കുറവായാൽ, ചുരുക്കി പറഞ്ഞാൽ അശ്അരി കുടുംബക്കാർ അവരുടെ അടുക്കലുള്ള ഭക്ഷണം കുറവായാൽ അല്ലെങ്കിൽ അത് തീരാറായാൽ, ജമഉ മാ കാന ഇൻദഹും ഫീ സൗബിൻ വാഹിദ്, അവരുടെ അടുക്കൽ ഉള്ള ഭക്ഷണം, അവശേഷിക്കുന്ന ആ കുറഞ്ഞ ഭക്ഷണം തീരാറാകുമ്പോൾ അവശേഷിക്കുന്ന ആ ഭക്ഷണം അവർ ഒരു വസ്ത്രത്തിൽ ഒരുമിച്ച് കൂട്ടും. എല്ലാവരുടെ അടുത്തും ഉള്ള ബാക്കിയുള്ള കുറേശ്ശെ ഭക്ഷണം, അത് ചിലരുടെ അടുക്കൽ കുറച്ച് കൂടുതലുണ്ടാകും, മറ്റു ചിലരുടെ പക്കൽ വളരെ കുറവായിരിക്കും. ഇതെല്ലാം കൂടി ഒരു വസ്ത്രത്തിൽ ഒരുമിച്ച് കൂട്ടും. സുമ്മ ഖസമൂഹു ബൈനഹും, എന്നിട്ട് അവർ എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്തു. ഫി ഇനാഇൻ വാഹിദിൻ, ഒറ്റ പാത്രത്തിലായിട്ട് എല്ലാവർക്കും കൂടി അങ്ങ് വിളമ്പും. ബിസ്സവിയ്യതി, ഒരുപോലെ എല്ലാവർക്കും തുല്യമായിട്ട് അങ്ങ് ഓരോ പാത്രത്തിൽ വിളമ്പും. ഫഹുവ മിന്നി വ അന മിൻഹും, അവരെന്നിൽപ്പെട്ടവരാണ്, ഞാൻ അവരിലും പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്വഭാവം അതെന്റെ സ്വഭാവമാണ്. അവർ സ്വീകരിക്കുന്ന ശൈലി അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ശൈലിയാണ്. ഭക്ഷണം കുറവാകുമ്പോ ചിലരുടെ അടുക്കൽ കൂടുതലും ചിലരുടെ അടുക്കൽ കുറവുമാകുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി എല്ലാവർക്കും ഒരുപോലെ ഷെയർ ചെയ്തു കൊടുക്കുന്നത് ഒരു നല്ല സ്വഭാവമാണ്. കാരണം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. ഒരുപക്ഷെ ചിലരുടെ അടുക്കൽ കൂടുതലുണ്ടാകുമ്പോൾ അവർക്ക് നന്നായിട്ട് സുഭിക്ഷമായി ജീവിക്കാൻ കഴിഞ്ഞേക്കും, മറ്റുള്ളവർ പട്ടിണിയിലാകും. ഇവിടെ ഈ കുടുംബങ്ങൾ സ്വീകരിക്കുന്ന ശൈലി ഒരാൾക്കും പട്ടിണിയില്ലാതെ, ഒരാൾക്കും വിഷമമില്ലാതെ, എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവരുടേതും സമാഹരിച്ച് ഒരുപോലെ ഷെയർ ചെയ്യുന്ന സ്വഭാവം അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു ഗോത്രക്കാരുടെ സ്വഭാവം എടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതെങ്കിലും ആ സ്വഭാവം സമൂഹം മൊത്തം മാതൃകയാക്കേണ്ടതാണെന്ന് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭക്ഷണമുള്ളവർ ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കണം. ഭക്ഷണം കയ്യിലുള്ളവർ ഇല്ലാത്തവർക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാകണം. ഇനി ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നിടത്ത് ചിലരുടെ അടുക്കൽ ഉണ്ടാവുകയും മറ്റുള്ളവരുടെ അടുക്കൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളതും കുറഞ്ഞ വിഭവമുള്ളവരും ഒരുമിച്ച് കൂട്ടി സമാഹരിച്ച് ഒന്നിച്ച് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകുക, ഈ ഒരു വലിയ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ നമുക്കത് പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.